വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരെ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം സന്തോഷമായിട്ട് ഇരിക്കുകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ അല്ല എങ്കിൽ കൂടി എന്താണോ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ മാറി നിങ്ങൾ ഹാപ്പി ആവുന്നതായിരിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും ടെമ്പററി ആണെടാ. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം ടെമ്പററി ആണ്. അപ്പോൾ പിന്നെ എപ്പോഴും ആലോചിച്ചൊക്കെ നമുക്ക് ഈ ഒരു ലൈഫ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ അത് സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കുക. എല്ലാവരുടെ ലൈഫിലും ഒന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വരാറുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് വരാറുണ്ട്. ഇതൊക്കെ എന്താ ഞാൻ ഇത്ര നീട്ടി പരത്തി പറയുന്നതെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ചെറിയ ചെറിയ ടെൻഷനൊക്കെ വരും. ചില സമയത്ത് വലിയ ടെൻഷനായിരിക്കും വരുന്നത്. അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഒരു ആംബിയൻസിൽ എല്ലാവരും ജീവിക്കാനായിട്ട് നോക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടു കാണും, സെൽഫ് കെയർ ടിപ്സ് ഫോർ ടീച്ചേഴ്സ്. അതാണ് ഇന്ന് എല്ലാ ടീച്ചേഴ്സും അറിഞ്ഞിരിക്കേണ്ട സെൽഫ് കെയർ ടിപ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, എനിക്ക് റീസെൻ്റായിട്ട് എന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ടപ്പം ഇപ്പോഴാണ് അവൾ ടീച്ചിങ് ജോബിന് കയറുന്നത്, ബി എഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് കയറുന്നത്. അപ്പോൾ ആക്ച്വലി പറഞ്ഞ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഭയങ്കര ബോറടിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ആ വർക്ക് ചെയ്യണം, ഈ വർക്ക് ചെയ്യണം, പിന്നെ വൈകിട്ട് പേരൻസിനെ അറ്റൻഡ് ചെയ്യണം, പേരൻസ് വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പറയണം. അപ്പം എല്ലാം കൂടി പെട്ടെന്ന് എന്തോ ഒരു മാനേജ് ചെയ്യാൻ പറ്റാത്തതുപോലെ അബദ്ധമായി പോയോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അത് നമുക്ക് ആദ്യം എല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. പ്രത്യേകിച്ച് കുറച്ച് ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ നേരം നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് കയറുമല്ലേ, അപ്പം നമുക്കുണ്ടാവുന്ന ചെറിയ തോന്നലുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് കെയർ ഞാൻ ഒരിക്കലും പറയില്ല ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ജോബാണെന്ന്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ടീച്ചിങ് അല്ലേ വളരെ ഈസി അല്ലേ. കാരണം ആ ടൈം സ്ട്രക്ചർ വെച്ചിട്ടാണ് പല ആൾക്കാരും അത് പറയുന്നത്. രാവിലെ കയറുന്നു, 3:30 ആകുമ്പോൾ വരുന്നു, പിന്നെ അതേപോലെ കുട്ടികൾക്ക് അവധി കിട്ടുമ്പോൾ നമുക്ക് അവധി കിട്ടുന്നു. അത് മാത്രം വെച്ചിട്ടാണ് പല ആൾക്കാരും പറയുന്നത് ടീച്ചിങ് ഭയങ്കര ഈസി ആണെന്നുള്ളത്. ഒരു ടീച്ചേഴ്സും പറയില്ല ടീച്ചിങ് ഭയങ്കര ഈസിയാണെന്നുള്ളത്. പ്രത്യേകിച്ച് CBSE സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഒരിക്കലും അത് പറയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് കെയർ ടിപ്സാണ്. നമ്മളൊരു ടീച്ചറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മളെ റീജുവനേറ്റ് ചെയ്ത് വെക്കാം, ഒന്ന് പോസിറ്റീവ് ആക്കി വെക്കാം. ആസ് എ ടീച്ചർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ പുറത്ത് ചില നോയ്സൊക്കെ ഉണ്ടാവും, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പണി നടക്കുന്നു. അപ്പോൾ എനിക്ക് അവരോട് പറയാൻ പറ്റത്തില്ലല്ലോ, എടീ ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങളവിടെ പണി നിർത്തി വെക്കണേന്ന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഒരു പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ, പ്രൊട്ടക്റ്റ് യുവർ ടൈം. ഓക്കെ, അപ്പം നമ്മൾ രാവിലെ ഒരു 7:30 തൊട്ട് ഒരു 3:30 വരെ നമ്മൾ സ്കൂളിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാട്ടിലുള്ള ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 9 o'clock തൊട്ട് 4:30 വരെ അവർ സ്കൂളിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈവനിങ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിരുന്നാലും നമുക്ക് കുറച്ച് ജോലികളൊക്കെ കാണും. അതേപോലെ തന്നെ ഇതിനിടയ്ക്ക് പേരൻസിൻ്റെ കോള് അറ്റൻഡ് ചെയ്യാനായിട്ട് കാണും. അപ്പോൾ അത് എന്ത് സംഗതിയോ ആയിക്കോട്ടെ, അത് അപ് ടു 7 o'clock വരെ മാത്രം വെച്ചേക്കാൻ നോക്കുക. അതായത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിരുന്നാലും നമുക്ക് സ്കൂൾ വർക്ക്സ് ചെയ്യാൻ കാണും, അതേപോലെ പേരൻസിൻ്റെ കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ കാണും. പേരൻസിനോടൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞേക്കുക, നിങ്ങൾക്ക് ഒരു 4:30 തൊട്ട് 7 o'clock വരെ എപ്പോഴാണെങ്കിലും ടീച്ചറിനെ കോൺടാക്റ്റ് ചെയ്യാം. ചില സ്കൂൾസ് അത് അങ്ങോട്ട് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്, ആഫ്റ്റർ 7 o'clock ടീച്ചേഴ്സിനെ വിളിക്കാൻ പാടില്ല എന്ന്. ഓക്കെ, ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കുട്ടികളോട് പറഞ്ഞ് വിടാമല്ലോ, അല്ലെങ്കിൽ പേരൻസ് മീറ്റിങ്ങിന് വരുമ്പോൾ പറയാമല്ലോ. പേരൻസിന് രാവിലെ 9:30 തൊട്ട് ഓഫ് കോഴ്സ് അപ് ടു 7 o'clock വരെ വിളിക്കാം. പിന്നെ മോസ്റ്റ് കൺവീനിയൻറ്റ് ടൈം എന്ന് പറയുന്നത് 4:30 തൊട്ട് 7 o'clock വരെ. പേരൻസിന് എന്തെങ്കിലും കുട്ടികളെ കുറിച്ച് പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണലായിട്ട് ക്ലാസ് ടീച്ചറിനോട് കൺസൾട്ട് ചെയ്യാനുണ്ടെങ്കിലോ യു ക്യാൻ യൂസ് ദാറ്റ് ടൈം എന്ന് പറഞ്ഞേക്കുക. 7 o'clock ശേഷം കഴിവതും
ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസിലേക്ക് ഇൻവോൾവ് ആവാതെ ഇരിക്കാൻ നോക്കുക. ഓക്കെ, ഇത് പക്ഷേ നമ്മൾ എത്ര ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നാലും ആദ്യത്തെ ഒരു കുറച്ച് നാൾ നമ്മൾ ആ ഒരു ട്രാക്കിൽ വരുന്നത് വരെ 7 മണിയല്ല 9 മണി വരെ ഇരുന്നിരുന്നാലും ഒന്നും തീരാത്ത പോലെ നമുക്ക് തോന്നും, അത് എനിക്ക് അറിയാം. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ ഒരു ടൈം ഫ്രെയിം നമ്മൾ തന്നെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഒന്ന് മനസ്സിലാക്കി എടുത്ത് പണികൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് 7:30 ആകുമ്പോഴത്തേക്ക് സ്കൂൾ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബെറ്റർ 7 o'clock ആകുമ്പോൾ സ്കൂളിലെ കാര്യങ്ങൾ അതിനുള്ളിൽ ക്ലോസ് ആക്കാൻ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സ്പെൻഡ് യുവർ ടൈം വിത്ത് യുവർ ഫാമിലി. ഓക്കെ, അതും നമുക്ക് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, പ്രൊട്ടക്റ്റ് യുവർ ടൈം. അത് സ്കൂൾ വർക്ക്സ് നമ്മൾ 7 o'clock തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഇൻ കേസ് അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആരും തലവെട്ടിക്കൊണ്ട് പോകാനൊന്നും പോകുന്നില്ല. ഓക്കെ, ഏറ്റവും എമർജൻസി ആയിട്ടുള്ളത് ഉറപ്പായിട്ടും തീർത്ത് വെക്കുക. പിന്നെ ചില വർക്ക്സ് കാണുമല്ലോ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ 2 ദിവസത്തിനുള്ളിൽ തീർത്താൽ മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ജോബ്സ് ഒരു ഇച്ചിരി പെൻഡിങ്ങിലാക്കിയിരുന്നിരുന്നാലും 7 o'clock ശേഷം പോകാതെ ഇരിക്കാൻ നോക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളതാണ് സ്റ്റാർട്ട് യുവർ ഡേ കാംലി. ഓക്കെ, അതായത് നമ്മൾ കുറച്ച് നേരത്തെ എണീക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി അതല്ല, ചില ആൾക്കാർ കാണും രാവിലെ എണീക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ രാത്രി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന്, അതായത് നമുക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സ് എന്താണോ, അതേപോലെ നാളെ എടുത്ത് മറക്കാതെ കൊണ്ടുപോകേണ്ട സംഗതികളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് തലേനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഇച്ചിരി താമസിച്ച് എണീറ്റാലും കുഴപ്പമില്ല. എന്നിരുന്നാലും രാവിലെ എണീക്കുമ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് പ്രയറോടുകൂടി ഇന്നത്തെ ദിവസം മിന്നിച്ചേക്കണേ തമ്പുരാനേ എന്ന് പറഞ്ഞിട്ടൊന്ന് എണീക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു എനർജറ്റിക് ആയിരിക്കും. ഓക്കെ, ഒന്നും ഒരു ഹറി ബറി ആക്കാതെ ഇരിക്കാൻ നോക്കുക. നമ്മൾ കഴിവതും ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി നേരത്തെ എണീക്കുകയാണ് എന്നുണ്ടെങ്കിൽ എണീക്കാനുള്ള ബുദ്ധിമുട്ടാണ്, പക്ഷേ എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ പണിയൊക്കെ അങ്ങ് ചെയ്തു പോയിക്കോളും കേട്ടോ. ഒരിത്തിരി നേരത്തെ എണീക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടൈമിനുള്ളിൽ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. ഇനി നേരത്തെ എണീക്കാൻ മടിയാണ് എന്നുണ്ടെങ്കിൽ, എനിക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയാണ് കേട്ടോ രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ. രാവിലെ എണീറ്റ് കിച്ചണിൽ പോയി ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ചില സമയത്ത് അങ്ങ് ഭയങ്കര നമുക്ക് വല്ലാത്ത ഒരു സങ്കടം തോന്നും. അപ്പോൾ അങ്ങനെ ചില സമയത്ത് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേനെ തന്നെ ഒന്ന് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തലേനെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ യോയിൽ നിൽക്കുന്ന സമയത്ത് എന്തിനാ പറയുന്നത്, എൻ്റെ ലഞ്ച് വരെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ട്, കാരണം വൈകിട്ടാണ് കുക്ക് ചെയ്യുന്നതൊക്കെ, കാരണം രാവിലെ സമയം കിട്ടുന്നില്ലല്ലോ, അപ്പോൾ വൈകിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ലഞ്ച് വരെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ട് കിടക്കാറുണ്ടായിരുന്നു. അവിടെ പിന്നെ AC ഉള്ളതുകൊണ്ട് നമുക്ക് ചീത്തയാവത്തില്ല, ഫുഡൊന്നും ചീത്തയാവത്തില്ല. ഫ്രിഡ്ജിൽ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല, കാരണം വൈകിട്ടാണല്ലോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരുന്നാൽ അതേപോലെ തന്നെ ഇരുന്നോളും. AC ആ ഒരു തണുപ്പുള്ളതുകൊണ്ട് ചീത്തയാവത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കുഞ്ഞു എന്താ പറയണ്ട തട്ടിപ്പ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ഇച്ചിരി ഒക്കെ പണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് അതൊക്കെ നേരത്തെ ഒന്ന് അയൺ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് അത്രയും രാവിലെ കുറച്ച് ഫ്രീ ആയിരിക്കും. ഇനി രാത്രി ചെയ്യാൻ മടിയാണ് എന്നുണ്ടെങ്കിൽ രാവിലെ ഒരിത്തിരി നേരത്തെ എണീറ്റാൽ മതിയാവും. നമ്മൾ സാധാരണ യൂഷ്വലി എണീക്കുന്ന ടൈമിൽ നിന്ന് ഒരു 10 minutes നേരത്തെ എണീക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറേയൊക്കെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളൊരു ടിപ്പാണ് പ്രോപ്പർ മൂവ്മെൻറ്റ് ഫോർ യുവർ ബോഡി. ഓക്കെ, അതായത് പ്രോപ്പർ മൂവ്മെൻറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറേ സമയം ഒരേ കാര്യം തന്നെ, ഇപ്പോൾ രാവിലെ സ്കൂളിൽ ചെല്ലുന്നു, ക്ലാസ്സിൽ പോകുന്നു, എന്തൊക്കെയോ കുറേ വായിട്ടലിക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, പിന്നെ നോട്ട്ബുക്ക് കറക്റ്റ് ചെയ്യുന്നു, സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നു. നമ്മൾ ഭയങ്കര ടൈറ്റ്ലി സ്കെഡ്യൂൾഡാണ് അവിടെ, നമുക്ക് ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമയം കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഓരോ കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് ക്ലാസ്സസ് ഒക്കെ വരുമ്പോഴേക്കും ആകെ നമ്മൾ ടയേർഡാവും. അപ്പോൾ നമ്മളുടെ ബോഡിക്ക് ഒരു പ്രോപ്പർ മൂവ്മെൻറ്റ് ആവശ്യമാണ്. അപ്പം നമ്മൾ ഈവനിങ് നമ്മുടെ ജോലിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ചെന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഹാഫ് ആൻ അവർ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് പറ്റുന്ന എക്സസൈസുകളൊക്കെ ഒന്ന് ചെയ്യുക. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര റിലാക്സേഷൻ നമുക്ക് ഫീൽ ആവും. ഓക്കെ, നമ്മളിനി സ്കൂളിൽ എനിക്ക് ആ പണി ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് നടക്കാൻ പോകാൻ പറ്റത്തില്ല, അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് ഒരിക്കലും ടൈം കിട്ടത്തില്ല. സ്വന്തം അനുഭവമാണ്. ഓക്കെ, നമ്മളെപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും എന്ന് വിചാരിച്ച് ഇരുന്നിരുന്നാലേ നമുക്ക് ഇതിനൊക്കെ സമയം കിട്ടത്തുള്ളൂ. ഓക്കെ, ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു എന്ന് വെച്ചിട്ട് സ്കൂൾ മാത്രമാണ് ജീവിതം അങ്ങനെ വിചാരിച്ച് പോകേണ്ട ആവശ്യമില്ല.
അതോടൊപ്പം സ്കൂളുകാർ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് എൻ്റെ സ്കൂളിൽ ഇരിക്കണം എന്ന് ഒരിക്കലും ആവശ്യപ്പെടില്ല. പക്ഷേ സ്കൂളിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് കുറേ വർക്ക്സ് കാണും. അതോടൊപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളൂടെ മാനേജ് ചെയ്ത് പോകാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതിന് നമ്മൾ സ്കൂളിലെ പണി കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഇനി നടക്കാൻ പോകാനും പറ്റില്ല, എനിക്ക് യോഗ ചെയ്യാനും പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. ഓക്കെ, നമുക്ക് വേണ്ടി ഒരു ഹാഫ് ആൻ അവർ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. അതിനുള്ള സമയമൊക്കെ എന്തായാലും കിട്ടും. അത് പ്രത്യേകിച്ച് ഒരു 1-2 മന്ത്സ് വരെയൊക്കെ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടി കാണും. പക്ഷേ ഒരു 3rd മന്തൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു സ്കൂളിൻ്റെ ഒരു ട്രാക്ക് എന്താണ് നമുക്ക് മനസ്സിലാവുമല്ലോ. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ടൈം നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ആ ഒരു ട്രാക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നതിൻ്റെ ഡിഫിക്കൽട്ടിയാണ് പലർക്കും കേട്ടോ. അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഓക്കെ ആയിക്കോളും. അപ്പം നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് വളരെ ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് തന്നെ അങ്ങനെ ഇരുന്ന് ഒരു സ്കൂളിലെ കാര്യം മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ആകെ പ്രാന്തായി പോവും കേട്ടോ. അതുകൊണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങുക, ആൾക്കാരെയൊക്കെ ഒന്ന് കാണുക, ഒന്ന് സംസാരിക്കുക. ഇതൊന്നും ഇല്ലെങ്കിലും ഒന്ന് വാക്കിംഗ് എക്സസൈസ് ചെയ്യുക, യോഗയൊക്കെ ചെയ്യുക, ജസ്റ്റ് പാട്ടൊക്കെ ഇട്ട് 2 സ്റ്റെപ്സൊക്കെ വെക്കുക. എല്ലാവരും വലിയ ഡാൻസറാന്നല്ല, ആരും കാണുന്നില്ലല്ലോ, ജസ്റ്റ് 2 സ്റ്റെപ്പൊക്കെ അങ്ങ് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ മൈൻഡ് അങ്ങ് ഫ്രീ ആവും. പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് സത്യം പറഞ്ഞാൽ ഒന്ന് റിലാക്സ്ഡ് ആവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇനി അടുത്ത ഒരു പോയിൻ്റാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ബിൽഡ് ബഡ്ഡി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ബഡ്ഡി ടീച്ചേഴ്സ് എന്ന് പറയുമല്ലോ. അതായത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സെയിം ആ ഒരു ടൈപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെയിം വേവ് ലെങ്ത്തിലൊക്കെ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ബഡ്ഡി ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ഡി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കില്ലേ, അതിനെയാണ് ബഡ്ഡി ടീച്ചേഴ്സ് എന്ന് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ക്രിയേറ്റ് ബഡ്ഡി ടീച്ചേഴ്സ് എന്ന് പറയും. എന്ന് വെച്ചിരുന്നാൽ നമ്മുടെ കൂടെ കോവർക്കേഴ്സ് ആയാൽ മാത്രം പോരാ, നമ്മുടെ ആ ഒരു വേവ് ലെങ്ത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മുടെ പ്രോബ്ലം എന്താണോ അത് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. അതായത് എനിക്ക് ഈ വർക്ക്സ് എല്ലാം കൂടി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടത്തില്ല. കാരണം ആദ്യം ഞാൻ UAE ചെന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇന്ന് നട്ടം തിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, എന്തുവാണെന്ന് അറിയാൻ വയ്യാതെ. അപ്പോൾ അന്ന് എൻ്റെ HOD അന്ന് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഒരു ബഡ്ഡി ടീച്ചറിനെ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം എനിക്ക് വേറൊരു മാമിനെ ആയിരുന്നു ബഡ്ഡി ടീച്ചറായിട്ട് തന്നത്, പത്മദയ എന്ന് പറഞ്ഞിട്ടൊരു മാമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് എനിക്ക് 2 ബഡ്ഡിയെ കണ്ടുപിടിച്ചു. 1 ഇസ് നിത്യ ആൻഡ് 1 ഇസ് ഷേർലി. ഓക്കെ, അവരുടെ പിക്ചർ ഞാനിവിടെ വച്ചേക്കാം. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ബഡ്ഡി ടീച്ചേഴ്സിനെ കിട്ടുന്നത്. അപ്പം നമ്മൾ കുറച്ചുകൂടി നമ്മുടെ വർക്ക് ഈസി ആയി തുടങ്ങി. കാരണം അവരുടെ ഐഡിയാസും നമ്മുടെ കൺഫ്യൂഷനും എല്ലാം കൂടി നമ്മുടെ കൺഫ്യൂഷൻ അവർ നമുക്ക് മാറ്റിത്തരും. അവരുടെ ഐഡിയാസ് കേൾക്കുമ്പോൾ നമുക്ക് പുതിയ ഐഡിയാസ് കിട്ടും. അവരുടെ കൺഫ്യൂഷൻ അതേപോലെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരുമില്ല, കൂട്ടില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി ചടഞ്ഞു കൂടി ഇരിക്കരുത്. നമ്മുടെ പ്രോബ്ലംസൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ക്ലോസ് സർക്കിളിൽ നമ്മൾ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ടെൻഷനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ പുതിയ ഐഡിയാസൊക്കെ കിട്ടുമ്പോൾ നമുക്കതെല്ലാം അവരുമായിട്ട് ചേർന്ന് നിന്ന് തന്നെ നമുക്ക് ആ ഒരു വർക്ക് എല്ലാം സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് യുവർ ബഡ്ഡി. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിൻ്റാണ് സെറ്റ് എ വീക്കെൻഡ് ടാർഗറ്റ്. നമ്മൾ ഈ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, വീക്കെൻഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വീക്കെൻഡ് ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കും. എനിക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എനിക്ക് പേഴ്സണലി ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് മരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പ് ചെയ്യാൻ. ഡ്രസ്സൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയ്ക്ക് പോയി ഭയങ്കര കൂടിയ ഡ്രസ്സ് എടുക്കുന്നതെന്നുള്ളതല്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ചെറിയ സ്റ്റഡായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഡ്രസ്സായിരിക്കും, ചിലപ്പോൾ ഒരു ബാഗായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റേഷനറി ഐറ്റംസ് ആയിരിക്കും. അപ്പം ഷോപ്പിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയായിരുന്നു. അപ്പം ഞാനൊരു വീക്ക് തുടങ്ങുമ്പോഴേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും, ഈ ഫ്രൈഡേ വീക്കെൻഡ് ഈ സാറ്റർഡേ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ചില വീക്കിൽ ചിലപ്പം ഒന്ന് ഷോപ്പ് ചെയ്യുന്നതായിരിക്കത്തില്ല, നല്ല എന്തെങ്കിലും ഒരു ഫുഡ് പോയി കഴിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം സ്കൂളിൽ എന്തെങ്കിലും ഇങ്ങനെ കുറേ പണിയൊക്കെ വരുമ്പോൾ അപ്പം ഞാൻ വിചാരിക്കും, അയ്യോ ഈ സാറ്റർഡേ ആകുമ്പോൾ നമുക്ക് ഇന്ന സാധനം വാങ്ങാമല്ലോ, ഈ ഡ്രസ്സ് വാങ്ങാമല്ലോ, ഈ ബാഗ് വാങ്ങാമല്ലോ എന്നൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ വെക്കാറുണ്ടായിരുന്നു കേട്ടോ.
ഇത് എല്ലാവർക്കും ഈക്വലി ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ എല്ലാവരും പോയി വീക്കെൻഡ് ടാർഗറ്റിലെ ഷോപ്പിംഗ് ആയിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്നതാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ് ആവാം. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അവരുടേതായ ഒരു അഭിരുചി കാണുമല്ലോ, ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അപ്പം അത് വീക്കെൻഡിൽ ചെയ്ത് വെക്കാം എന്നൊന്ന് വിചാരിക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുമല്ലോ, നമ്മൾ ഭയങ്കര അപ്സെറ്റായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ വീക്കെൻഡിൽ നമുക്ക് ഈ കാര്യം ചെയ്യാമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം നമുക്ക് കിട്ടും. ആ ഒരു സന്തോഷത്തിലൊക്കെ ഞാൻ ഇന്ന് നോട്ട്ബുക്കൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു പോയിൻ്റാണ് പ്രയോറിറ്റൈസ് റെസ്റ്റ്. എന്ന് വെച്ചാൽ ഇപ്പം എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ആയിരിക്കില്ല അല്ലേ. ചില ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഫിസിക്കലി ആൻഡ് മെൻ്റലി വീക്ക് ആയിരിക്കും, ചില ദിവസം നമുക്ക് കോൾഡ് ആയിരിക്കും, ചില ദിവസം നമുക്ക് ചിലപ്പോൾ ഫീവർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ടേക്ക് പ്രോപ്പർ റെസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പനിയൊക്കെ വെച്ചിട്ട് പല ടീച്ചേഴ്സിനും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് പനിയായിട്ടും ഞാൻ ഇന്ന് സ്കൂളിൽ വന്നതാണ് എന്ന് പറഞ്ഞത്. സ്കൂളുകാർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് പനിയാണെങ്കിലും നിങ്ങളിവിടെ സ്കൂളിൽ വന്നിരിക്കണം എന്നുള്ളത്. അറ്റ് ദ എൻഡ് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കും നമ്മുടെ ഫാമിലിക്ക് മാത്രമേ നഷ്ടമുള്ളൂ, വേറെ ആർക്കും യാതൊരു നഷ്ടവുമില്ല. സ്കൂളുകാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പനിയാണ് എന്നുണ്ടെങ്കിൽ ആ പനിയായിട്ടും ഇവിടെ വന്നിരിക്കണം എന്നൊരു സ്കൂളുകാരും പറഞ്ഞിട്ടില്ലല്ലോ. സോ അപ്പം നമുക്ക് ഫീല് മെൻ്റലി നമ്മളിന്ന് ഓക്കെ അല്ല, നമുക്ക് നമ്മുടെ ബോഡിക്ക് വയ്യ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ടേക്ക് റെസ്റ്റ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 1-2 ഫോൺ കോൾസ് ഒക്കെ വരുമായിരിക്കും. പണ്ട് ഞാൻ ഇതേപോലെ എപ്പോഴും ലീവൊക്കെ എടുക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് തോന്നും അയ്യോ സ്കൂളിൽ നിന്നൊക്കെ കോളൊക്കെ വരുമ്പോൾ അപ്പം എനിക്ക് തോന്നുന്നു ദൈവമേ ഞാനില്ലെങ്കിൽ സ്കൂൾ പൂട്ടിപ്പോവോ, ഞാനാണോ ഈ സ്കൂളിലെ പ്രവർത്തിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അത് എന്തെങ്കിലും 1-2 കോൾസൊക്കെ എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള കോൾസൊക്കെ വരും. പക്ഷേ എന്ന് വെച്ചിട്ട് ആരും നമ്മളെ ഹരാസ് ചെയ്യാനൊന്നും പോകുന്നില്ല കേട്ടോ. സോ ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ ടേക്ക് റെസ്റ്റ് ദാറ്റ് ഡേ. എല്ലാ ദിവസവും എനിക്ക് നോട്ട് ഫീലിംഗ് വെല്ലാണ് എന്ന് പറയരുത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ പോവുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് അല്ലോ, 7 o'clock വരെ എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും 7 o'clock വരെ വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് സ്പെൻഡ് യുവർ ടൈം വിത്ത് ഫാമിലി. ഓക്കെ, അത് എത്രയാണെങ്കിലും അത് തന്നെയായിരിക്കും. ഒരു 7 o'clock ഒരു ടൈം ബൗണ്ടറി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ 9 o'clock ആയാലും 9:30 ആയാലും സ്കൂളിലെ പണികൾ ഒരിക്കലും കഴിയില്ല. കാരണം അത് ടീച്ചേഴ്സായിട്ടുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ, നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്, പേപ്പർ കറക്ഷൻ കാണും, നോട്ട്ബുക്ക് കറക്ഷൻ പെയിൻറ്റിംഗ് ആയിരിക്കും, ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ലിങ്ക് കാണും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തീർത്തിട്ട് നമ്മൾ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിരുന്നാൽ ഒരിക്കലും നടക്കത്തില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി നടന്നു പോകണം, ഫാമിലി കാര്യങ്ങളും കൂടി നടന്നു പോകുന്നതേ നടക്കത്തുള്ളൂ കേട്ടോ, അതേ നടപ്പാവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൗണ്ടറി ടൈം സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു സെൽഫ് കെയർ ടിപ്സ് ഫോർ ടീച്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ എനിക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. കാരണം അതിനായിരിക്കും ഒരു ജെന്യുവിനിറ്റി ഫീൽ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഭയങ്കര ടോക്സിക് പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ സ്കൂളിൽ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ, അങ്ങനെ ടോക്സിക് പോസിറ്റിവിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവനവനെ തന്നെയാണ്. ഇനി എന്തൊക്കെയെന്ന് പറഞ്ഞിരുന്നാലും അൾട്ടിമേറ്റ് നമുക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് തന്നെയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആവണം. എന്നിരുന്നാലേ നമ്മുടെ മൈൻഡ് ഓക്കെ ആണെങ്കിലാണടാ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഓക്കെ ആവുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഡിപ്രഷനിലിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ആ ഒരു ഡിപ്രഷൻ എഫക്റ്റ് ആവും. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും ആ ഒരു ഓക്കെ, ഒരു പെർഫെക്ഷൻ അവിടെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ടെൻഷനൊന്നും അടിക്കണ്ട. പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ ടീച്ചിങ് ജോബിന് കയറുന്ന ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. അത് നിങ്ങൾ ഏത് ഫീൽഡിൽ പോയാലും എവിടെ പോയാലും അത് കാണും കേട്ടോ. ടീച്ചിങ്ങിന് മാത്രമല്ല ഏത് ജോബിനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഈ കാണുന്നവരെല്ലാം അങ്ങനെ വന്നവരാണ്. പിന്നീട് അതങ്ങ് നമുക്കറിയാം എങ്ങനെ ഒരു ട്രാക്ക് ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മളതങ്ങ് ഓടിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലും വിഷമത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷമങ്ങളൊക്കെ അങ്ങ് തുടച്ച് കളയുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും, നന്നായിട്ട് വരും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.